മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ഒരു അധ്യായത്തിൽ നിന്നും ഒരു ചിന്ത എന്ന ശുശ്രൂഷ വീണ്ടും തുടങ്ങുവാൻ കർത്താവ് അനുവദിക്കുന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 8 വേഴ്സസ് 22 and 23. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് അന്ന് ഞാൻ നായിച്ചു വരാതെ വേർതിരിക്കും. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും. നാളെ ഈ അടയാളം ഉണ്ടാകും. മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു അടയാളം കാണിച്ചു. പല ബാധകൾ അയച്ചു. അതിൽ ഒരു അടയാളവും 2 ബാധയും മിസ്രൈമ്യ മന്ത്രവാദികളും ചെയ്ത് തങ്ങൾക്കും കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി. എന്നാൽ 3-ാമത്തെ ബാധ അയച്ചപ്പോൾ അവർ അവരുടെ പരാജയം സംബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾക്ക് കഴിയില്ല, ഇത് ദൈവത്തിൻ്റെ കൈയാണ് പ്രവർത്തിക്കുന്നത്. തുടർന്ന് ദൈവം പറയുന്നത്, 4-ാമത്തെ ബാധയായ നായിച്ച് ദേശം മുഴുവൻ അയക്കുമ്പോൾ ഞാനൊരു വ്യത്യാസം വയ്ക്കുവാൻ പോകുകയാണ്. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഒരു വേർതിരിവുണ്ടാകാൻ പോകുകയാണ്. എൻ്റെ ജനം പാർക്കുന്ന ഗോശൻ ദേശത്ത് ആ ബാധ ഉണ്ടാകത്തില്ല. ഗോശൻ ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പാർക്കുവാൻ വന്നപ്പോൾ തന്നെ യോസഫിൻ്റെ ആലോചനപ്രകാരം ഫറവോനോട് ആവശ്യപ്പെട്ടിട്ട് താൻ അനുവദിച്ചു കൊടുത്ത സ്ഥലമാണ് ഗോശൻ ദേശം. ഗോശൻ മിസ്രൈമിൻ്റെ കിഴക്ക് ഭാഗത്താണ്. ആ ഗോശൻ ദേശത്തിൻ്റെയും കിഴക്ക് ഭാഗത്താണ് റമസേസ് എന്ന് പറയുന്ന പട്ടണമുള്ളത്. ആ ദേശമെന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമാണ്, വളരെ പച്ചപ്പുള്ളതാണ്, കാലികൾ മേയ്ക്കുവാൻ പറ്റിയ സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം അവരോട് വന്നപ്പോൾ തന്നെ ദൈവം അവരെ മിസ്രൈമിലാണെങ്കിൽ പോലും അല്പം കൂടെ മാറിയ വേർപെട്ട ഒരനുഭവത്തിലാണ് പാർക്കുവാൻ അനുവദിച്ചത്. ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾക്ക് ആ സമയത്ത് അത് ബോധ്യമായി കാണുകയില്ല. ഇപ്പോൾ ഇതാ ബാധ അയക്കുമ്പോൾ ആ വേർപാട് ഒന്നുകൂടെ ബാഹ്യമായി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുക. ഈ ബാധ വരുമ്പോൾ എൻ്റെ ജനത്തെ ആ ബാധ ബാധിക്കുകയില്ല. അവരെ ശാന്തമായിരിക്കും, സ്വസ്ഥമായിരിക്കും. മിസ്രൈമ്യർക്ക് ആ ബാധ ഉണ്ടാകും. ഈ വേർതിരിക്കും അല്ലെങ്കിൽ വേർതിരിപ്പ് കാണും എന്ന് പറഞ്ഞ വാക്ക് സെറ്റ് അപ്പാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. അത് സെറ്റ് അപ്പാർട്ട് ദ ലാൻഡ് ഓഫ് ഗോശൻ. ഇത് പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത് കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. പുതിയ നിയമത്തിൽ വിശ്വാസികളെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചതിൻ്റെ വാക്കാണ്. ലേഖനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമുക്കൊരു വേർപാട് ഉണ്ടായിക്കഴിഞ്ഞു. നാം മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് വന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു.
പിശാചെന്ന പിതാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗീയ പിതാവിൻ്റെ അവകാശത്തിലേക്ക് വന്നു. ഇങ്ങനൊരു വേർപാട് രക്ഷിക്കപ്പെട്ടപ്പോഴേ നമുക്കുണ്ടായി. എന്നിട്ട് പറയുകയാണ്, മിസ്രൈമിന് തുല്യമായ ലോകത്തിൽ ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുക. കർത്താവ് പറയുക, പക്ഷെ നിങ്ങൾ ലോകക്കാരല്ല, ഏത് സമയത്തും ഇവിടുന്ന് വേർപെട്ട് പോകേണ്ടവരാ. അതുകൊണ്ട് ലോകത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ പാടില്ല. യാക്കോബ് പറഞ്ഞു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു. പൗലോസ് പറഞ്ഞു, ലോകത്തോട് അനുരൂപരാകരുത്. യോഹന്നാൻ പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. അപ്പോസ്തലന്മാരിങ്ങനെ പറയുമ്പോൾ എൻ്റെ ആശയം, നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരവാസമുള്ളവരല്ല, ഒരിക്കലും ഇവിടുന്ന് പരിപൂർണമായിട്ട് വേർപെട്ട് പോകേണ്ടവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇസ്രായേൽ മക്കളെക്കുറിച്ച് അന്ന് അങ്ങനെ ദൈവം പ്ലാൻ ചെയ്തു. സമയമായപ്പോൾ പെട്ടെന്ന് അവരെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ കർത്താവിന് സമയമാകുമ്പോൾ അവൻ നമ്മളെ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. ഒന്നിൽ മരണം വഴി, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ രൂപാന്തരം വഴി. എന്തുമാകട്ടെ, നാം ഇവിടുന്ന് വേർപെട്ട് പോകുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുക. അതുകൊണ്ട് അത്രത്തോളം കാലം ഈ ഭൂമി ജീവിക്കുമ്പോൾ, ലോകത്ത് ജീവിക്കുമ്പോൾ, ലോകത്തിന് അനുരൂപരാകാതെ നമുക്ക് ജീവിക്കാം. ലോകത്തെ സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാം. ലോകത്തെയും ലോകത്തിൻ്റെ മോഹത്തെയും ഉൾക്കൊള്ളാതെ നമുക്ക് ജീവിക്കാം. ലോകത്തിന് മുമ്പാകെ നമുക്ക് ആ വേർപാട് ഒന്ന് വെളിപ്പെടുത്താം. ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം പല സന്ദർഭങ്ങളിലും തൻ്റെ ജനത്തിൻ്റെയും അല്ലാത്തവരുടെയും ജീവൻ തമ്മിലുള്ള വേർപാട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നോഹയുടെ കാലത്ത്, ലോത്തിൻ്റെ കാലത്ത്, ഇസ്രായേൽ മക്കൾ വന്ന് എരിഹോ പട്ടണം പിടിക്കുമ്പോൾ രാഹബിനെ രക്ഷിച്ച വിഷയത്തിലൊക്കെ ആ വേർപാട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വേർപാട് വെളിപ്പെടുത്തി ജീവിക്കാം ലോകത്തിന് മുമ്പാകെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാം, ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം. അപ്പോൾ നാം നിത്യമായ പൂർണ്ണമായ ആ വേർപാടിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോകുക. നാം മരിക്കുകയാണെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച് പുത്തൻ ശരീരത്തോടെ ആ വേർപാടിലേക്ക് എത്തിച്ചേരും. നാം ജീവിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെട്ട് ആ വേർപാടിലേക്ക് എത്തിച്ചേരും. ഈ പ്രത്യാശ നമുക്കുള്ളതുകൊണ്ട് വേർപാട് പാലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ അത് വെളിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് ഈ ചിന്ത എല്ലാവർക്കും മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും. ദർശനം